കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വയറിളക്കത്തിൻ്റെ മെയിൻ കാരണം വൈറസുകളാണ്. വയറിളക്കവും ഛർദിയുമായി കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ആൻറ്റിബയോട്ടിക്സും നൽകാറില്ല. ബ്ലഡ് ഇൻ സ്റ്റൂൾസോ ഹൈഗ്രേഡ് ഫീവർ മോർ ദാൻ 2 to 3 days മറ്റ് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ്, അണുബാധയുടെ ലക്ഷണങ്ങൾ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് നൽകാറുള്ളൂ. അപ്പോൾ പലർക്കും സംശയമാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ ആൻറ്റിബയോട്ടിക് നൽകാത്തത്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വയറിളക്കത്തിൻ്റെ മോസ്റ്റ് കോമൺ കാരണം വൈറസുകളാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വയറിളക്കത്തിനെ തുടർന്നും ഛർദിയെ തുടർന്നും കുഞ്ഞിന് നിർജ്ജലീകരണം വരുമ്പോൾ ആ റീഹൈഡ്രേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാം, കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കൻ വെള്ളം കൊടുക്കാം, ORS കൊടുക്കാം. ORS കുടിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. റീഹൈഡ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നോർമൽ സോഫ്റ്റ് ഡയറ്റാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. പതിയാണ് അവർക്ക് ഫീഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ റെസ്റ്റും ഹൈഡ്രേഷനെ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കുടലിന് റീജനറേറ്റ് ചെയ്തു വരാനായിട്ട് നമ്മൾ സിങ്ക് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. സിങ്ക് വയറിളക്കത്തിന് കൊടുക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഡിസിൻ ആണ്. ആൻറ്റിബയോട്ടിക്സ് ഇസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ ഇൻ ഓൾ ലൂസ് സ്റ്റൂൾസ്. ആൻറ്റിബയോട്ടിക് ഇസ് ഇൻഡിക്കേറ്റഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് തരാത്തതൊരു കുറ്റമായിട്ട് ഒരിക്കലും കരുതാൻ പാടുള്ളതല്ല. പക്ഷേ കുഞ്ഞിന് ക്ഷീണം, തളർച്ച, നിർജ്ജലീകരണം കാണുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ഫ്ലൂയിഡ്സ് ഇടേണ്ടതായിട്ട് വരികയും ചെയ്യും.